Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 8 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം പുഷ് ചെയ്യാനായിട്ട് മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തറും നേരത്തെ കാണിച്ച ആ ഒരുത്തിനോട്ട് നേരെ മുന്നിലേക്ക് നടക്കുവാണ്. അവൾ ക്യാമ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അധിക ദൂരമൊന്നും പോയി കാണത്തില്ല, പക്ഷേ കണ്ടില്ലല്ലോ അവളെ. ആ സമയത്താണ് ആർത്തർ പറയുന്നത്, ദേ അവിടെ നോക്കിയേ. എവിടെ? ഓ, അവിടെ ഇരിക്കുമായിരുന്നല്ലേ. ഈ ടൈം അവൻ പറയും ചെയ്യും, തൽക്കാലം ഞാൻ ഇവിടേക്ക് ചെയ്യാം. അല്ല അപ്പോൾ ക്യാപ്റ്റൻ ഔഡിയർ അത് കുഴപ്പമില്ല, എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നാളെ രാവിലെ എങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം നൈസായിട്ട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് രാവിലെയും പിറ്റുന്നില്ലേ. ആദ്യം തന്നെ എഴുന്നേക്കാൻ നല്ലത് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകാം. യെസ് ജനറൽ, എനിക്കത് മനസ്സിലായി. എന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ സില്ലു പറയും ചെയ്യും, അല്ല നമ്മളവളെ ഡിസ്റ്റർബ് ചെയ്യുമായിരിക്കുമോ? കുഴപ്പമൊന്നുമില്ല, അവളെൻ്റെ പ്രഷ്യസ് അല്ല, ഒരു സബോർഡിനേറ്റ് അല്ലേ. തൽക്കാലം നമ്മൾ തന്നെ അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അതാകട്ടെ മനോഹരമായ ഒരു ക്ലിഫായിരുന്നു. അതിൻ്റെ സൈഡിലാണ് അവൾ ഇരുന്നത്. അങ്ങനെ അടുത്തേക്ക് ചെന്ന ആ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ കുപ്പി ആർത്തൻ്റെ നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, എന്തേ ഒരെണ്ണം കുടിക്കുന്നോ? ആ സമയത്ത് തന്നെ അവൻ ചോദിക്കുകയെ, നീ ഒരു ജനറലിൻ്റെ അടുക്കലാണ് ഈ സംസാരിക്കുന്നത്, ജനറലിനെ കുടിക്കണമെന്നാണ് ഈ ചോദിച്ചത്. നിന്റെ മുഖം കാണാത്ത എന്നാലും കുടിച്ച പോലെ തോന്നുന്നില്ല, ഇങ്ങോട്ട് ഇതാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആർത്തർ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് വയർ നിറച്ച് അവൻ കുടിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഗ്ലോറിയായിട്ട് ചിരിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അങ്ങനെ പതുക്കെ ആർത്തർ താഴത്തേക്ക് ഇരുന്നു. ഈ സമയത്താണ് അവൾ ചോദിക്കുന്നത്, ആർത്തർ നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ യുദ്ധം ജയിക്കുമെന്ന്? ഉള്ളത് പറയാനാണെങ്കിൽ എനിക്കും അറിഞ്ഞൂടാ, പക്ഷേ ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. നിന്റെ ഏജ് വെച്ച് നോക്കാൻ നിർത്ത്. നീ പറയുന്ന ഓരോ വാക്കുകളും എന്തുമാത്രം കംഫർട്ടിംഗ് ആണെന്ന് നിനക്കറിയാവോ? നിന്റെ വാക്കുകൾ കേൾക്കാൻ നിർത്ത് എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. അത് നീ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് കുറേയധികം ആൾക്കാരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇനി എനിക്കൊരിക്കലും അത് സംഭവിച്ചുകൂടാ. ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം. നീ പറഞ്ഞു വരുന്നത് സൈറസ് അക്കാഡമിനെ പറ്റിയല്ലേ? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്കാണ്. സൈറസ് അക്കാഡമിയിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് അന്ന് സംഭവിച്ച എല്ലാത്തിനെ പറ്റി ഒന്ന് അറിയണമെന്നുണ്ട്. എന്നോടൊന്ന് പറയുമോ? ടെസ്സയ്ക്ക് എന്തായാലും അധികം ഓർമ്മയൊന്നുമില്ല. കർട്ടസും ക്യാതലിനും ഒന്നും സംഭവിക്കാത്ത പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല അന്ന് എന്താണ് സംഭവിച്ചതെന്ന്. ആർത്തർ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, അത് ഞാൻ ഇനി നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ വാൻസി എനിക്കത് അറിയണം. എന്തായാലും ഞാനത് അറിയാൻ പോകുന്നതാണ്. ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഞാൻ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ഗ്ലോറി ആ ഒരു സൈറസ് അക്കാഡമിയിൽ നിൽക്കുന്ന ആ ഒരു ഇതാണ്. അവിടെയായിട്ട് അവരുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരാൾ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ നിന്ന് ഡോറയാണ് ആദ്യമായിട്ട് മരിച്ചത്. തിയോ ശരിക്കും ഇഞ്ചേർഡ് ആയിരുന്നു, പക്ഷേ അൾട്ടിമേറ്റ്ലി അവനും സർവൈവ് ചെയ്തില്ല. പല അഡ്വഞ്ചർ ഗിൽഡിൻ്റെ എമിറ്റേഴ്സും അവനെ സഹായിക്കാൻ നോക്കിയെങ്കിലും അവനും മരിച്ചിരുന്നു. ഇത് കേൾക്കാൻ നേരത്ത് ആർത്തന് ശരിക്കും സങ്കടം വന്നു. ഞാൻ അവിടേക്ക് ആദ്യം വന്നപ്പോൾ ക്ലാരിനാണ് കണ്ടത്. ക്ലാരിക്കും ഫേറത്തിനും അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫേർത്ത് ശരിക്കും ഇഞ്ചേർഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്കാണ് തിരിച്ചു പോയത്. എന്നാൽ ക്ലാരിയ അവളുടെ ബ്ലേഡ് ഹാർട്ട് ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ അവളുടെ പ്രായം വെച്ച് നോക്കാൻ നേരത്ത് അത് കുറച്ച് സെൻസിറ്റീവ് ഉള്ള വുണ്ട് തന്നെയായിരുന്നു. എന്തായാലും അവൾ ജീവനോടെ ഉണ്ട്, പക്ഷേ ആ ഒരവസ്ഥ അതത്രക്ക് നല്ലതല്ല. അങ്ങനെയാണല്ലേ? അറ്റ്ലീസ്റ്റ് അവൾ ജീവനോടെങ്കിലും ഉണ്ടല്ലോ. ഈ സമയത്ത് ഗ്ലോറി തന്നെ മുഖം മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, പിന്നെ ഉള്ളത് കായാണ്. അവൻ സത്യം പറഞ്ഞ ആ ട്രാനിയുവിൻ്റെ കൂടെയായിരുന്നു, നമ്മുടെ എതിരാളികളുടെ കൂടെയായിരുന്നു. അവൻ സത്യം പറഞ്ഞ ഒരു സ്പൈ ആയിരുന്നു. എലീജനെ കൊണ്ടുവന്ന് നിർത്ത് അവനും അവരുടെ കൂടെ പോയി. ഇത് കേട്ടപ്പോൾ ആർത്തറിന് ശരിക്കും നന്നായിട്ട് തന്നെ ദേഷ്യം വന്ന്. 5 ട്രൈറ്റേഴ്സിനെയാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. 30ഓളം പേര് എസ്കേപ്പ് ചെയ്തു. തന്നെ ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. ഇപ്പോഴാണ് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു ട്രൂ റിഫ്ലക്ഷൻ എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ ജന്മത്തിലെ പല ഓർമ്മകളും ഞാൻ മറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഓരോ നിമിഷം കഴിയാൻ നേരത്ത് അവിടേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചെത്തുന്നത്. ആ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു വ്യക്തിയായ മതിയായിരുന്നു. റൂത്ത്ലെസ്സും കോൾഡും റാഷണലും ഇമോഷൻസ് എല്ലാം സർപ്പാസ് ചെയ്യുന്ന അവനായ മതിയായിരുന്നു. പക്ഷേ എനിക്കറിഞ്ഞൂടാ എത്ര പേർ ഞാൻ ഇന്ന് എത്ര പേരെ കണ്ടു. അവരെല്ലാവരും മരിക്കുമോ? എനിക്കവരെ സേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും സർവൈവ് ചെയ്യുമോ ഈ യുദ്ധം കഴിയാൻ നിർത്ത് തന്നെ? ഈ ടൈമിലാണ് ഗ്ലോറി പറയുന്നത്, നിനക്കെന്തായാലും എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം,
പക്ഷേ നീ വന്നതുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം ഉണ്ടായത്. ഞാൻ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ സയൻസ് അക്കാഡമിയിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാം. അവിടെയുള്ള എല്ലാവരും സ്ട്രോങ്ങുമാണ്. അവരിപ്പോൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ റീബിൽഡ് ചെയ്യുന്നത് തന്നെ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആർത്തർ. നീ എന്ന് സ്കൂളിലേക്ക് വന്ന് അവരെ സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് റീബിൽഡ് ചെയ്യാൻ അവരും ഇവിടെ ഇരിക്കാൻ ഞാനും ഉണ്ടാകത്തില്ലായിരുന്നു. വാൻസി, അത് സത്യമല്ല. അല്ല ആർത്തർ, അതാണ് സത്യം. ഞാൻ നിന്റെ മുമ്പിൽ ഓൾറെഡി 2 തവണ തോറ്റിരിക്കുന്നു. അന്ന് വീഡിയോ സ്ക്രിപ്റ്റിൽ വെച്ച് നീ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് താഴത്തേക്ക് വീണത്. എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പവർലെസ്സായി എൻ്റെ സ്റ്റുഡൻറ്റ് താഴത്തേക്ക് വീഴുന്ന നോക്കിയിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ നീ തിരിച്ചു വന്നു. നീ ബ്രില്യൻ്റായിട്ട് തന്നെ തിരിച്ചു വന്നു. സയൻസ് അക്കാഡമിയിലെ ആ തീ കണ്ടപ്പോൾ അന്ന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ആ ഒരു സ്കൂൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ സ്ട്രെങ്ത് ഞാൻ ഇതിനു മുമ്പ് കാണാത്തൊരു സ്ട്രെങ്ത് ആയിരുന്നു. എന്നാൽ ആ സ്ട്രെങ്തിന് പോലും അവരുടെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ സ്ട്രോങ്ങർ ആകണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ആർത്തർ, എനിക്ക് നല്ല പേടിയാണ്. ഈ സമയത്ത് ആർത്തർ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം എന്നിട്ട് പറയും ചെയ്യും, സിൽവി, തൽക്കാലത്തേക്ക് നീ രാത്രി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഒന്ന് നോക്കുവോ? പിന്നെന്താണെന്നും പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൾ ട്രാൻസ്ഫോമായി ആ ഒരു ഡ്രാഗൺ ഫോമിലേക്ക് പോയി പറന്ന് ഉയരുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പതുക്കെ മുകളിലേക്ക് എണീറ്റു. എന്തായാലും രാത്രി തീരാറായിട്ടില്ല. സോൾജേഴ്സ് എന്നാലും അവരെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിലും നമ്മളവിടെ സുപ്പീരിയേഴ്സ് അല്ലേ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ പൊങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിട്ടുണ്ട്. മോർണിംഗ് ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്ലോറി അവിടേക്ക് വന്നിട്ടുണ്ട്. ആർത്തറാട്ടെ നല്ല കട്ട ഉറക്കത്തിലായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ പറയും ഒരു സുപ്പീരിയർ എന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്, ആ ബ്ലാങ്കറ്റ് തിരിച്ചു തന്നിട്ട് എന്നെ കിടക്കാൻ അനുവദിക്കൂ. ഇല്ല, അത് കഴിയത്തില്ല. നീയല്ലേ പറഞ്ഞത് ക്യാപ്റ്റൻ അവിടെയുള്ള മീറ്റിംഗ് ഇന്ന് രാവിലെ വെക്കാന്ന്. വാ എണീറ്റ് വാ. അത് മാത്രമല്ല, മോഹം കഴുകി ഫ്രഷ് ആയിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ദൈവമേ, കോപ്പ്, ഇതെല്ലാം ഞാൻ ഇനി മീറ്റിങ്ങിന് മുമ്പ് ഫിനിഷ് ചെയ്യേണ്ട കാര്യമാണോ? പെട്ടെന്നാണ് സിൽവി വന്നിട്ട് ചോദിക്കുന്നത്, നീ ശരിക്കും രാത്രി ആഘോഷിച്ചല്ലേ? പെട്ടെന്ന് അർത്ഥം ഞെട്ടി ബാക്കിലേക്ക് തെറിച്ചു പോകും. സിൽവി, എൻ്റെ പൊന്നെ, നിന്നെ പേടിപ്പിച്ച് കളഞ്ഞ് എൻ്റെ തല ഇപ്പോൾ എല്ലായിടത്ത് പിടിച്ചെന്നാ. അല്ല, എന്താണ് സംഭവിച്ചത്? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? നീ അടിച്ച് ബോധമില്ലാതെ അവിടെ കിടന്നിട്ട് ഞാൻ നിന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ടത്. നീ ഒരു പൊട്ടനെ പോലെയായിരുന്നു. അങ്ങനെയായിരുന്നല്ലേ? പോട്ടെ. അല്ല, രാത്രി മുഴുവൻ ബാച്ച് കിട്ട് നിനക്കെന്തെങ്കിലും ഫീൽ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. വെസ്റ്റേൺ ഷോറിൽ ഒരു തിക്ക് ഫോഗ് ഉണ്ടായിരുന്നു. അല്ലാതെ എനിമീസ് ഷിപ്പൊന്നും ഞാൻ സ്പോട്ട് ചെയ്തുമില്ല. അതുമാത്രമല്ല, ഇവിടെ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ആദ്യം മര്യാദയ്ക്ക് ഒന്ന് കുളിക്കണം കേട്ടോ, നാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആർത്തർ ഫ്രഷ് ആയിട്ട് സിൽവിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ 2 കപ്പിൾസ് ഉണ്ടല്ലോ, ക്യൂട്ട് കപ്പിൾസ്, അവരെ കാണാൻ സാധിക്കും. ആർത്തറിനെ കണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ അവർ നേരെ സല്യൂട്ട് അടിക്കുന്നുണ്ട്. ആർത്തർ ആരാന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ടൈമിലാണ് ഗ്ലോറി പറഞ്ഞത്, ക്യാപ്റ്റൻ, അവനും തലയും എത്താറായി കാണും. അവൻ എത്തിയല്ലോ. ക്യാപ്റ്റൻ, ഇതാണ് ആർത്തർ. അല്ല, ഐ മീൻ ജനറൽ ആർത്തർ. ഈ സമയത്ത് തന്നെ അവനവിടെ നിൽക്കുന്നുണ്ട്. ആർത്തർ, ഇതാണ് ക്യാപ്റ്റൻ ജാർണസ് ഔഡിയർ. പുള്ളിക്കാരൻ 2nd ഡിവിഷനിലെ ആൾക്കാരാണ്. ക്യാപ്റ്റൻ, നൈസ് ടു മീറ്റ് യു. പ്ലഷർ എൻ്റെതല്ലേ ക്യാപ്റ്റൻ. പക്ഷെ ഗ്ലോറി പറഞ്ഞു നോക്കാർത്ത്, എൻ്റെ ഡിവിഷൻ എന്തിനാണ് ഈ വുഡ് സൈഡിലെ ക്ലിഫ് സൈഡിൽ പോയിരിക്കുന്നത്? നമുക്ക് 2 കൂട്ടർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അല്ല, ഞാനത് എഗ്രി ചെയ്യുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ജനറൽ പറഞ്ഞത് നമ്മുടെ ഫോഴ്സൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യണമെന്നാണ്. ഡിവൈഡ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ കാട്ടിലൊന്നും അല്ലല്ലോ, ഇവിടെ പ്ലെയിനുള്ള സ്ഥലം തന്നെയല്ലേ? അതെ, പക്ഷേ ക്യാപ്റ്റൻ മുകളിൽ നിന്നുള്ള ഉത്തരവ് ജനറലിനെ ഫോളോ ചെയ്യണമെന്നാണ്. പിന്നെ ഇവനെല്ലാം റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുമോ? ഒരു മൈറ്റി ലാൻസ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാപ്റ്റൻ്റെ നോളജും പവർ എന്താണെന്ന് ഒരു ലാൻസും അറിയേണ്ടതാണ്. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കേൾക്കാൻ നിർത്ത് സിൽവിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനോട്ടൊറന്ന് ഞാൻ കൊടുക്കട്ടെ? അതിനൊന്നും ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ വന്നതാണ്. ഞാനെന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ല, നീ ഒന്നും പറയുന്നില്ലേ? പ്രത്യേകിച്ച് എന്തായാലും എന്നെ സംഭവിച്ചുകൊണ്ട് 100% ഫോഴ്സ് ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് മോശമായ ഒരു ഐഡിയ തന്നെയാണ്. ഈ 2 സൈഡിൽ കൂടെ പോകുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. അതിങ്ങനെ പറയാൻ പറ്റൂ? അലക്കര ഡിഫൻസ് നമ്മളെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഷിപ്സ് മുന്നിലേക്ക് വന്ന് എന്ത് ചെയ്യും? കടലിൽ നിന്ന് അവർ ആക്രമിച്ചില്ലെങ്കിൽ അവർ പിന്നെ എവിടെ നിന്ന് ആക്രമിക്കുന്നതാണ് താങ്കൾ ഈ പറഞ്ഞത്? ആ സമയത്ത് തന്നെ ആർത്തർ തന്നെ ക്ഷമ കേട്ട് പറയുകയും ചെയ്യും, ക്യാപ്റ്റൻ, ഞാനിവിടെ ഏറ്റവും മര്യാദക്കാണ് സംസാരിക്കാനായിട്ട് നോക്കുന്നത്. കമാൻഡർ വിരയം പറഞ്ഞത് പ്രകാരം ഞാനിവിടേക്ക് വന്നത് ഏറ്റവും വേസ്റ്റ് കേസ് സിനാറിയോ ഉണ്ടായാലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കി ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യവും നിനക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ അവന് നൈസിലൊന്ന് വിറച്ച്, എന്തായാലും നിങ്ങളുടെ ഡിസിഷൻ എന്ത് വേണമെങ്കിലും എടുക്കാം, ഞാനെന്തായാലും അത് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അവിടെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. എന്തു ഭയാനകമായ ഒരു കാഴ്ചയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച്. കാര്യം, ഏറ്റവും മുകളിൽ ഒരു കൈ മുറിഞ്ഞ് നേരെ താഴത്തേക്ക് വന്ന് ആർത്തറിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ വീണുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ
അവസാനിക്കുന്നത്.